Masha Allah, Masha Allah, Masha Allah, Masha Allah, Masha Allah, Masha Allah. ഇനി ഷബ്ന ജംഷീർ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതുവരെ ജംഷീറിന്റെ മാത്രം വിശേഷങ്ങളായിരുന്നു. ഇനി ജംഷീറിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാവുന്ന ഒരു സംഭവം, അതായത് ജംഷീറിന്റെ ഒരു ബെറ്റർ ഹാഫ്, ജീവിതത്തിന്റെ നല്ല പാതി എന്ന് പറയുന്നത് ഒരു ജീവിത സഖിയാണ്. ജംഷീറിന്റെ ജീവിത സഖി നമ്മളോടൊപ്പം വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. പേര് ഷബ്ന. പറഞ്ഞു. നമുക്ക് കൂടുതൽ വളച്ചുകെട്ടില്ലാതെ തന്നെ തുടങ്ങാം. എങ്ങനെ സംഭവിച്ചു? ഞാനൊരു സാധാ നാട്ടുംപുറത്തുകാരൻ ചോദിക്കുന്ന അഭാവത്തിലാണ് ചോദിക്കുന്നത്. കാരണം ഒരു പരിമിതികളുള്ള ഒരാളെ ഷബ്ന, എനിക്കറിഞ്ഞൂടാ ഷബ്നന്റെ മുന്നിൽ നിന്ന് പരിമിതികൾ എന്ന് പറയാൻ പാടുണ്ടോ, അതിനൊക്കെ തോൽപ്പിച്ച് കളഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഷബ്ന. അപ്പൊ അതുകൊണ്ട് അത്ര വല്ല വാക്കുകൾ ഉണ്ടെങ്കിൽ എന്നോട്, പിന്നെ ഹെർട്ട് ചെയ്യുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ വിവാഹത്തിലേക്ക് എങ്ങനെയാണ് കടക്കുന്നത്? അത് ഫസ്റ്റ് ഇൻഷാല്ലാ ടെലിഫിലിം കണ്ട്, പക്ഷെ അത് കണ്ട് ഒരു കൊല്ലമൊക്കെ ഒരുപാട് കഴിഞ്ഞാലാണ് ഈ ആൽബം പാട്ട് അത് കിട്ടിയത്. അപ്പൊ അതിലാണ് ഫോൺ നമ്പർ കിട്ടും. ഫോൺ നമ്പർ കിട്ടുമ്പോൾ ഞങ്ങൾക്കൊക്കെ പാട്ടുകാരനെ വിളിക്കാൻ പറ്റാൻ ഭയങ്കര ഒരു സന്തോഷമാണ്. ഒന്നാമത് ഇങ്ങനെ ഒരാളും കൂടെ ആകുമ്പോൾ ഉമ്മാനോട് ഞാൻ പറയും, അതാ ഇൻഷാല്ലേ കണ്ട ചങ്ങായിയാണ്, ഞാൻ ഉറപ്പാൻ വിളിക്കുന്നതാണ് ഉമ്മാനോട്. അങ്ങനെ അപ്പൊ ഉമ്മ വയ്യൊന്ന് വിളിച്ചു നോക്കുന്നത്. അപ്പൊ ഞാൻ വിളിച്ചപ്പോ ഫസ്റ്റ് വിളിച്ചു, പക്ഷെ ഫസ്റ്റ് മിസ്സടിച്ചു. എനിക്ക് പേടിയാവാ. അത് വെച്ച് ഞങ്ങളൊക്കെ പോയി പാട്ട് പാടുന്ന ആൾക്കാര് ഭയങ്കര. അപ്പൊ അങ്ങനെ വിളിച്ച്, അപ്പൊ ഫസ്റ്റ് പിന്നെ വിളിച്ചപ്പോ ഉമ്മ ഫസ്റ്റ് എടുത്തതാണ്. എടുത്തുമ്മ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കട്ടാക്കി. ഞാൻ ഉമ്മാനോട് പറയും, ഞാൻ വിളിച്ചല്ലോ, ഞാൻ വർത്താനം പറഞ്ഞ ഉമ്മാനെ കേട്ടോ. അങ്ങനെ അന്നൊന്നും ഇങ്ങനത്തെ എന്താ പറയാ, ഇങ്ങനത്തെ വിചാരിച്ചിട്ടുണ്ടാ അറിയായിരുന്നോ അങ്ങനെ പരിമിതികളുള്ള ആളാണ്? ടെലിഫിലിം കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അത് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ചു. അപ്പൊ നല്ലൊരു എന്താ പറയാ, എന്ത് തുറന്നാൻ പറയാൻ പറ്റിയ ഒരു സുഹൃത്ത് പോലെ. പിന്നെ ഉമ്മ ഫസ്റ്റ് എന്തൊരു തമാശ പറഞ്ഞു, എന്റെ ഉമ്മ പറഞ്ഞു തമാശ എന്തോന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറ്റുക, എനിക്കങ്ങനെ പറ്റുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാനൊന്നും മിണ്ടിയില്ല. പിന്നെ എനിക്ക് തോന്നി, എന്തിനാ ഇപ്പൊ നല്ല കയ്യും കായുള്ളവരായാലും ഒക്കെ ഓരോരോ ഇന്നത്തെ രീതി വെച്ചാൽ പണ്ടതാണല്ലോ. അപ്പൊ ഞാൻ വിളിച്ചു, അവരെ പോലെ തോക്ക് വേണ്ട ഒരു ദിവസം അങ്ങനെ തോന്നി. പിന്നെ അത് അവിടെ വരെ മനസ്സിലാക്കിച്ചു. എന്തായാലും ഷബ്ന വളരെ ലാഘവത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. പക്ഷെ എനിക്ക് ഇപ്പോഴും നല്ല ഉറപ്പുണ്ട്, ഇത് അത്യധികം ശക്തമായ ഒരു മനസ്സിന്റെ ഉടമക്ക് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. നമ്മൾ എന്തൊക്കെ ഭംഗിവാക്ക് പറഞ്ഞാലും, എത്രയൊക്കെ സാഹിത്യ രചനകൾ, സിനിമകൾ, സംഗീതങ്ങൾ ഈ മനുഷ്യ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചൊക്കെ എഴുതിയാലും ഇത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നത് അതിനൊരു പ്രത്യേക ഒരു ദൈവികമായ ഒരു കഴിവ് നമുക്കുണ്ട്. എനിക്ക് ഷബ്നയുടെ ഇവരുടെ കുടുംബത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു സന്തോഷവും ആ ഒരു അമ്പരപ്പും എൻ്റെ അടുത്തുനിന്ന് വിട്ടുമാറിയിട്ടില്ല. ഷബ്നയുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? എന്റെ വീട്ടില് ഞാന്, ഉമ്മ, ഉപ്പ. ഏക മകളാണ്. ഈ ഇങ്ങനെ ഒരു വിവാഹാലോചനയുമായി ബന്ധപ്പെട്ടപ്പോൾ ഉപ്പയുടെയും ഉമ്മയുടെ ഒക്കെ പ്രതികരണം എന്തായിരുന്നു? അത് ഞാൻ പറഞ്ഞേ, വെച്ചാ ഉമ്മ ചെറിയൊരു തമാശ പറഞ്ഞു. ആ തമാശ പിന്നെ ഒരു കാര്യമായി. പിന്നെ ഉമ്മാക്കും വലിയ ഇഷ്ടമായി. വെച്ചാൽ സംസാരത്തിലൂടെ എല്ലാരും പിരിഞ്ഞോടും. അത് പിന്നെ ഉമ്മ അങ്ങനെയൊന്നും പറഞ്ഞു. പിന്നെ മൂത്താപ്പാരൊക്കെ ഉള്ളത്. മൂത്താപ്പ പറഞ്ഞു, നീ നല്ലോണം തീരുമാനിച്ചിട്ടാണ്, നീ ആ കുറ്റം പറയില്ല, നീയാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഈ നല്ലോണം തീരുമാനിച്ചിട്ട് ഈ നല്ലോണം എന്നിട്ട് പറയുന്നതാണ്. പിന്നെ ഞാൻ മൂത്താപ്പാനോട് പറഞ്ഞു, പിന്നെ ഒന്ന് ഒരു കല്യാണമായിട്ടുണ്ടെങ്കിൽ ഇത് മതി, അല്ലെങ്കിൽ വേണ്ട. എന്താണെന്ന് വെച്ചാൽ അവര് വേറെ കല്യാണമൊക്കെ നോക്കാൻ നോക്കിയപ്പോ ഞാൻ പറഞ്ഞു. പിന്നെ അവരാരും അങ്ങനെ ഒന്നും പറയുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു കൊല്ലത്തോളം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഷബ്ന ഏത് ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഷബ്നക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ജംഷീർ പാടിയ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് കഥയായി താഴെ പാട്ടുണ്ട്. ഷബ്ന പാട്ട് പാടുമോ? ഇല്ല, സഹൃദയാണ് കേൾക്കുന്ന അനുവാചക. അതെ.
തീർച്ചയായിട്ടും നമുക്ക് കഥയായിട്ടുള്ളൊരു ഇതുപോലെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ രണ്ടുപേരും പാടിത്തരം പ്രേക്ഷകർക്ക്. കഥയായി തള്ളരുതേ, കളിയായി തോന്നരുതേ, കരയുമീ കൽഭാഗം നീ കാണാതെ പോകരുതേ. കഥയായി തള്ളരുതേ, കളിയായി തോന്നരുതേ, കൽബിന്റെ നൊമ്പരങ്ങൾ കാണാതെ പോകരുതേ. ഹൃദയത്തിലാദ്യമായി ഇതളിട്ട തേന്മാലരെ വിധിയത്ര വേഗം നമ്മെ വിട ചൊല്ലി മാറ്റി ദൂരെ. അകതാരിൽ പൂങ്കിനവാൽ ഒരു കൂടു ഞാൻ ചമച്ചു, അതിലൊത്തു വാഴുവാനായി അന്നു നിന്നെ ക്ഷണിച്ചു. അകതാരിൽ പൂങ്കിനവാൽ ഒരു കൂടു ഞാൻ ചമച്ചു, അതിലൊത്തു വാഴുവാനായി അന്നു നിന്നെ ക്ഷണിച്ചു. അനുരാഗമെന്ന തോപ്പിൽ ശലഭങ്ങളായി പരന്നു, അതിൽ നിന്നും യൗവനത്തിൻ മധുരങ്ങൾ നാം നുകർന്നു. കഥയായി തള്ളരുതേ, കളിയായി തോന്നരുതേ, കൽബിന്റെ നൊമ്പരങ്ങൾ കാണാതെ പോകരുതേ. ഞാൻ ജംഷീറിനോട് കുറെ വിശേഷങ്ങൾ ചോദിച്ചു കഴിഞ്ഞുകൊണ്ട് ഇനി ഷബ്നയിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷബ്ന വിവാഹശേഷം ഈ വീട്ടിലെത്തി. ജംഷീറിന്റെ വീട്ടിൽ ഇന്റർവ്യൂവിന് കുറെ ആളുകൾ വരുന്നു, വിവിധ ചാനലുകളിൽ നിന്ന് ആളുകൾ വരുന്നു, വിവിധ ആൽബങ്ങളിലും പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ ആളുകൾ വരുന്നു. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത്? ഇവിടുത്തെ കുഴപ്പമൊന്നുമില്ല, സന്തോഷമായി. ഷബ്ന എന്തെങ്കിലും ഈ മേഖലയിൽ എന്തെങ്കിലും സഹായിക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. സ്വന്തമായ രചന പകർത്തി. പിന്നെ അതല്ല, ഞാനിപ്പോ ഒരു പാട്ട് പാടിയാലും അവളെ എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ ആ വാക്ക് തെറ്റിപ്പോയിട്ടാ പോയിട്ടെന്നത് അവളെന്നെ പറയും. അത് ആദ്യം വെല്ലു വിളിക്കുന്ന അവളായിരുന്നു. പിന്നെ അവളോടും കൂടി ഒന്ന് അഭിപ്രായം ചോദിക്കും. നമുക്ക് ഇതുവരെ ആരുണ്ടായിരുന്നില്ല, ഉമ്മാക്ക് ഇപ്പൊ ഇങ്ങനെ പാട്ടിനെ കുറിച്ച് അറിയില്ല. പക്ഷെ അവൾ ഒരുപാട് പാട്ടുകൾ കേൾക്കുന്നൊരു വ്യക്തിയാണ്. അവളോട് ഞാൻ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്, ഉഷാറായില്ല. ഷബ്നയോടാണ് ചോദിക്കുന്നത്. ഷബ്ന, പാട്ടുകളാണല്ലോ എന്തായാലും ഇത്തരം ഒരു സംഗതിയിലേക്ക് കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഷബ്നക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഏതൊക്കെയാണ്? ഏത് രീതിയിലുള്ള പാട്ടുകളാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പ്രധാനപ്പെട്ട പാട്ടുകൾ ഒന്ന് പറയൂ. അങ്ങനൊന്നുമില്ല, എല്ലാ പാട്ടും ഇഷ്ടം, ഇന്ന പാട്ട്. അത് ശരിയാ. ഷബ്ന,
ജംഷീറിന്റെ പരിചരണങ്ങൾ കഴിഞ്ഞാൽ, വീട് ജോലികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? പിന്നെ ഞാൻ പണ്ട് ടൈലറിങ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മെഷീനൊക്കെ ഉണ്ട്. എന്നോട് അടുത്തുള്ള കൊണ്ടു തരും ചെയ്യും. ഇവിടെ തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പോ ഭാര്യ എന്നുള്ള നിലയ്ക്ക്, ജംഷീറിന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ജംഷീറിനെ കാണാൻ ഇടക്കിടക്ക് അതിഥികൾ വരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ചാനലുകാർ വരുന്നു, ക്യാമറ, ലൈറ്റ്, അങ്ങനത്തെ ബഹളങ്ങൾ. ഇത് ശബനയ്ക്ക് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ? അതിൽ സന്തോഷമുണ്ടോ അതോ സന്തോഷമേ ഉള്ളൂ? മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്